ഹലോ, ഇതാരാന്ന് കണ്ടോ? ഹായ്. ഡിഷ് ഡിഷ് ഇവനാണ് എൻ്റെ ടെഡിമോൻ. ഇപ്പൊ ഡിഷും ഡിഷും ഇടി കിട്ടിയില്ലേ? എനിക്കിത് ഡെയിലി കിട്ടുന്നതാ. ഇന്ന് നിങ്ങൾക്ക് കൂടി രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചുമ്മാ പറഞ്ഞതാണ്. ഇവനാണ് എൻ്റെ ടെഡിക്കുട്ടൻ, എൻ്റെ ചിത്തിര കുഞ്ഞ്. അങ്ങനെ 100 പേരുണ്ട് കേട്ടോ അവന്. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇവനെ നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയേ. വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞു ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ ട്രിവാൻഡ്രം RCCയിലെ റീജിയണൽ ക്യാൻസർ സെന്റർ അവിടെ കുറച്ച് പൊതിച്ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഓടി വരാം. അങ്ങനെ ഭഗവാനെ തൊഴുത് അമ്പലക്കുളത്തിന്റെ അവിടെ കുറച്ചു നേരം പാട്ട് കേട്ടിരുന്നേ. ഇനി കൂടുതൽ നേരം ഇവിടെ ഇരിക്കാൻ സമയമില്ല. വേഗം പോയി കുക്കിങ്ങിനുള്ള പച്ചക്കറി വാങ്ങിയിട്ട് വീട്ടിൽ പോയി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 12 മണിക്ക് ഫുഡ് റെഡിയാക്കണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗിവ് അവേയിലേക്ക് വരാമേ. ഇതെന്റെ വീട്ടിലെ കുഞ്ഞു കൃഷിയാണ്. ഇതിൽ നിന്ന് കുറച്ച് ചീരയും കൂടി എടുത്തായിരുന്നേ. അതുപോലെ ഇതാ ഇത് കണ്ടോ, എൻ്റെ വീട്ടിൽ തന്നെ കായ്ച്ചതാ കാന്താരി മുളകും ഉടങ്കല്ലി മുളകും. അങ്ങനെ നമ്മുടെ പൊതിച്ചോറെല്ലാം റെഡിയായേ. കട്ടിച്ചമ്മന്തിയും ചീരത്തോരനും മാങ്ങാച്ചാറും പയറും മെഴുക്കുവരട്ടിയും കുഞ്ഞുള്ളിയും കാന്താരിയും ഇട്ട മുട്ട പൊരിച്ചതും ഉടങ്കല്ലി മുളകിട്ട ചൂരമീൻ കറിയും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 10 പൊതിച്ചോറാണ് കൊടുക്കുന്നത്. 5 നോൺ വെജും 5 വെജിറ്റേറിയനും. സാമ്പാറും പുളിശ്ശേരിയും കൂടി വെച്ചിട്ടുണ്ട് വെജിറ്റേറിയനിൽ. പിന്നെ ഇവിടെ വീട്ടിലേക്കും നമ്മുടെ വീട്ടിൽ 1-2 കസിൻസും ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അവർക്കും ഇതേ പൊതിച്ചോറ് തന്നെയാണ്. ടൈം ഇല്ലാത്തതും കൊണ്ട് പൊതിച്ചോറിൻ്റെ ഫുൾ വീഡിയോസും കുക്കിങ്ങിൻ്റെ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേ. നേരത്തെ പറഞ്ഞ പോലെ 12 മണിക്ക് തന്നെ നമുക്ക് അവിടെ ഫുഡ് എത്തിക്കണം. ഒരുപാട് അച്ഛനമ്മമാരും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കുഞ്ഞുമക്കളൊക്കെ ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ കൊടുത്തിട്ട് വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചേ. ഫുഡ് കഴിച്ചൊന്ന് ഉറങ്ങി എണീറ്റ ശേഷം ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിലേക്ക് വന്നു കേട്ടോ. ഇന്ന് വളരെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ ദിവസങ്ങളിലൊന്നായിരുന്നേ. ഞാൻ ഓരോ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും അവരുടെ മുഖത്തെ ആ സന്തോഷം, ആ അനുഗ്രഹം, അത് വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അയക്കുന്ന ഗിഫ്റ്റ് കൈ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു പ്രെയർ ഉണ്ടാവണേ. ഇതെൻ്റെ ഒരു വിഷാണേ, പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗീവ് അവേ എന്താന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഗീവ് അവേ നോക്കാം. ഇതാ നമ്മുടെ 6th ഗീവ് അവേ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തതാണേ. എന്താണെന്ന് മനസ്സിലായോ? അതെ, സാരീസ്. ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്തത് സാരീസ് ആണ്. പിന്നെ കൂടുതൽ കമൻസ് വന്നത് ഹാൻഡ് ബാഗ്സ് ആണ്, പിന്നെ ജ്വല്ലറി. അപ്പോൾ നമുക്ക് സാരീസ് കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആണല്ലോ, അതുപോലെ തന്നെ കൂടുതൽ പേരും അമ്മമാർക്ക് സാരി ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓരോ സാരീസായിട്ട് എപ്പോഴത്തെയും പോലെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഐഡിയ കിട്ടും. ആദ്യം നമുക്ക് ഈ ഡാർക്ക് ഗ്രീനിൽ ഒരു ടൊമാറ്റോ റെഡ് വരുന്ന എന്താ പറയുക, പല്ലു വരുന്ന സാരിയാണ് ഇത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അയ്യോ, സത്യം പറയാമല്ലോ, ഞാൻ ഇത് ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാകും ഞാൻ കരുതിയേ ഇല്ല. അത്രയ്ക്ക് രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. കറക്റ്റ് കളറാണോ കിട്ടുന്നതെന്നും എനിക്കറിയില്ല. മാക്സിമം ഞാൻ ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ കാണിച്ച സ്ട്രൈപ്സ് വരുന്നതാ ബ്ലൗസ്. അപ്പോൾ ബോഡി ഫുള്ള് ഈ ഒരു ഗോൾഡൻ സ്ക്വയർ വർക്കും, പിന്നെ പല്ലുവിൽ ഫുള്ള് ബനാറസി വർക്കാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? സത്യം പറയാതെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി ഉടുത്തിട്ട് പോകാമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെമ്പിൾ ജ്വല്ലറി വെച്ച് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഒന്നുകിൽ ലോങ് ആയിട്ടുള്ള മാല, അല്ലെങ്കിൽ എന്താ പറയുക, നെക്കിനോട് ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും ടെമ്പിൾ ജ്വല്ലറി ഇട്ടിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഇയറിങ്സ് എല്ലാം ഇട്ടിട്ട് കാണാനായിട്ട്. അടുത്ത കളർ വന്നിട്ട് ഇതാണേ. എൻ്റെ ഡ്രസ്സ് ഉണ്ടോ, എൻ്റെ സ്റ്റീവ്സ് നിങ്ങൾക്ക് കാണാമല്ലോ, അതേ കളറാണ് കേട്ടോ. ഇതിൽ എന്തുമാത്രം കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്. ഇതും ഒരു എന്താ പറയുക, ടെമ്പിൾ വർക്ക് തന്നെയാണ്. ഒരു എലിഫൻറ്റിൻ്റെയൊക്കെ തീമുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ ബോർഡറും നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോർഡറല്ല, പല്ലു നല്ല രസമുണ്ട്.
ഇതിൻ്റെ കൂടെയും ഒരു ടെമ്പിൾ ജ്വല്ലറിയൊക്കെ ഇട്ടിരുന്നാൽ അടിപൊളിയായിരിക്കും. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഉടുത്തിട്ട് പോകാനായിട്ട്. അമ്പലത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലോ അങ്ങനെ ഏതിലാണെങ്കിലും നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഇട്ടത് ഭയങ്കര സോഫ്റ്റാണ്, ബോഡിയിൽ ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും. അടുത്തത് പറയണ്ടല്ലോ, മെറൂൺ. അയ്യോ എന്താ രസം എന്നറിയോ, ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് വീഡിയോയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നറിയുന്നില്ല. നല്ല ഭംഗിയുള്ള മെറൂണാണ്. അതായത് നമ്മളെ എന്താ പറയുക, ബ്രൈറ്റ് ആക്കുന്ന തരത്തിലുള്ളൊരു മെറൂൺ ഉണ്ടല്ലോ, ആ മെറൂണാണേ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടോളൂ. എപ്പോഴത്തെ പോലെ നമുക്ക് സംസാരിക്കാം. എൻ്റെ ചാനലിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കൂടെ അങ്ങോട്ടും എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ നമുക്കൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. വേറൊന്നുമല്ല, നിങ്ങളുടെ ബർത്ത് മന്ത് ഏതാണ്, നിങ്ങൾ ജനിച്ച മാസം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് അതാ ഇന്നത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. രണ്ടാമത്, ഈ പ്രാവശ്യവും എന്താ പറയുക, ഒരാളെ യൂട്യൂബ് കമൻറ്റ് ഷാക്ക് വഴിയും 2 പേര് എഫേർട്ട് ബേസിലുമായിരിക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. എല്ലാവരും എന്താ പറയുക, മാക്സിമം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എന്താ പറയുക, കമൻസ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. അത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എന്താ പറയുക, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ഈ 3 സുന്ദരി കുട്ടികളെയും ഉടനെ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കാവേ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. അപ്പോൾ ഉടനെ കാണാം. ടാറ്റാ.